സമ്മേളനത്തിലായിരുന്നു കെ മുരളീധരന്റെ മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF പദ്ധതിയുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ കൊണ്ടുപോകുന്നു എന്ന് ആരോപിക്കുന്നതിനിടെയായിരുന്നു പരാമർശം. മുമ്പ് ഒരാള് വിവാഹം കഴിച്ചു, കുറെ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ, നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ ഇനിയും പറയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മുരളീധരനെതിരെ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പിൻവലിച്ചിട്ടില്ല. എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമുള്ള കാര്യങ്ങളാണ്. അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നത്. പക്ഷേ സോണിയാഗാന്ധിയെ മദാമാഗാന്ധി എന്ന് വിളിച്ചിട്ട് അവരെ കാല് പോയി പിടിച്ചതാരാ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചാരാ? അപ്പോൾ അദ്ദേഹം, അതാ ഞാൻ പറഞ്ഞ, വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ്. അദ്ദേഹം എന്തും പറയും, ആർക്കെതിരെ എന്തും പറയും. തൻ്റെ നിലനിൽപ്പ് അപകടത്തിലായി ആണെന്ന് കണ്ടാൽ അദ്ദേഹം ആരുടെയും കാല് പിടിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം. ആ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ കെ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷേ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിൻ്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. അപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനേക്കാൾ വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കും. മുരളീധരൻ്റെ പേരും വാസവദത്തയുടെ പേരും കൂട്ടി വായിച്ചതിന് അവർക്കും ക്ഷീണമാണ്. മുരളീധരന് വായി വരുന്ന കോതയ്ക്ക് പാട്ടത്തേന് എന്തും പറയും. അച്ഛനെതിരെ പറഞ്ഞില്ലേ, കൊള്ളി വയ്ക്കില്ലെന്ന് പറഞ്ഞില്ലേ, അച്ഛനെ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ലേ. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. അതുകൊണ്ട് ഞാൻ അയാളുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നു, പരിഹരിച്ചു കഴിഞ്ഞോ? തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല. എന്താ കാര്യം? ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം, തെന്നലെ അടക്കം, ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട്, പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തതെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം.